പലർക്കും എന്താന്ന് പറഞ്ഞാൽ സ്ഥാനം കിട്ടിയാൽ പിന്നെ ഞാനായി അല്ലേ? അത് തെറ്റാണ്. ഈ സ്ഥാനം ശാശ്വതമല്ല. ഏത് സ്ഥാനവും ശാശ്വതമല്ല. ആ ബോധം ആദ്യം നയിക്കണം. ഒരിക്കൽ എം പി എന്ന് വെച്ചോ, ഞാൻ എം പി ആയിട്ട് എം പി എന്നുള്ള ബോർഡ് വെച്ചിട്ട് കാറിൽ ബോർഡ് വെച്ച് ഞാൻ പോയില്ല. ചുവന്ന ബോർഡിലെ കാറിൽ ഞാൻ പോകാറുമില്ല. അത് പോകുന്നത് ശരിയല്ലെന്ന് അറിവുള്ള ആളുകൾ എന്നോട് പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തിയ സഖാവടിയം ഭാഗവൻ അത് പറഞ്ഞ് പറ്റില്ല. നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ്. ഭരിക്കുന്ന നിങ്ങളുടെ പാർട്ടി ഉൾപ്പെട്ട ഗവൺമെന്റ് ആണെങ്കിലും ആ ഗവൺമെന്റ് കാറിൽ നിങ്ങൾ പോകാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം പാർട്ടിയേക്കാൾ മുകളിലല്ല ഗവൺമെന്റ്, പാർട്ടിയേക്കാൾ താഴെയ ഗവൺമെന്റ് എന്ന ബോധം കിട്ടില്ല. ഏത് കാര്യത്തിലും അതൊക്കെ പറയാം. ഞാൻ ആ വഴിയിലേക്ക് മാറില്ല. നമ്മുടെ മലയാളത്തിൽ ഒരുപാട് എഴുത്തുകാരുണ്ട്. എഴുത്തുകാരോടൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനമാണ്, ആദരവാണ്, സ്നേഹമാണ് എഴുത്തുകാരോട്. കാരണം എഴുത്തുകാരെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എഴുതാനില്ലല്ലോ. എഴുത്തുകാരെന്ന് പറഞ്ഞാൽ അവരഗാധമായ ചിന്തയുള്ളവരും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കി ആ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് അവർ ഒരു പുതിയ രൂപം നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കില്ലേ? അങ്ങനെയുള്ള എഴുത്തുകാർ വരുന്നത്. മറ്റു എഴുത്തുകാർ നമ്മൾ സംഭവം എഴുതുന്ന ഒരു എഴുത്തുകാരനാവില്ലല്ലോ. അങ്ങനെയുള്ള എഴുത്തുകാർ ഒരുപാട് മലയാളത്തിലുണ്ട്. ആ എഴുത്തുകാരുടെ പേര് പറയുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എഴുത്തച്ഛൻ തന്നെയാണ്. മലയാളത്തിൽ രാമായണം എന്ന് പറയുന്ന വാൽമീകി രാമായണമാണല്ലോ. വാൽമീകിയെക്കുറിച്ച് നമുക്ക് പറയാലോ. വാൽമീകി എന്ന് പറയുന്നത് ആ രാമായണം രചിച്ച വാൽമീകി എന്ന് പറയുന്ന ആ മഹാനില്ലേ, കവർച്ചക്കാരനും കൊള്ളക്കാരനും ആളുകളെ മുഴുവൻ വഴിയിൽ വെച്ചെല്ലാം തട്ടിപ്പറിച്ചുകൊണ്ടുവന്ന ഒരാളെ അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തിയിട്ട് ഒരു എഴുത്തുകാരനാക്കി മാറ്റിയില്ലേ? നിഷാദ എന്ന് പറയുന്ന ഒരാളാക്കി മാറ്റിയില്ലേ? ആ വാൽമീകി രാമായണം എഴുതിയത്. രാമായണ കഥക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ? രാമായണം ത്രേതായുഗത്തിലാണ്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വർഷം മുമ്പാണ്. ആ രാമായണം എന്ന് പറയുന്ന കാവ്യമാണ് ലോകത്തിലെ ആദ്യ കാവ്യമെന്ന് പ്രമുഖ ചിന്തകന്മാരെല്ലാം പറയാം. ആ രാമായണം നമുക്ക് ഒരുപാട് സൂചനകൾ തരുന്നില്ലേ? നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ തരുന്നില്ലേ? അതുകൊണ്ടാണ് മലയാളികൾ രാമായണത്തെ അത്ര ഇഷ്ടപ്പെടുകയും രാമായണം എഴുതുമ്പോൾ എഴുത്തച്ഛൻ ശ്രദ്ധിച്ച കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? മലയാളികൾ നേരത്തെ തന്നെ ഭക്തി ചിന്ത മനസ്സിൽ കൂടുതൽ ഉള്ള ആളുകളാണ് മലയാളികൾ. ആ ഭക്തി ചിന്തയെ പ്രോത്സാഹിപ്പിക്കാൻ രാമായണത്തെ കൂടി ഉപയോഗിക്കാൻ വേണ്ടി എഴുത്തച്ഛൻ ആലോചിച്ച് കാണും. എന്താ എഴുത്തച്ഛൻ്റെ അധ്യാപക അല്പ രാമായണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? രാമൻ എന്ന് പറയുന്ന അവതാര പുരുഷനാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ 7ാമത്തെ അവതാര. ഈ രാമൻ എന്ന കഥാപാത്രത്തെ ഇവിടെ എഴുത്തച്ഛൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഇത് അവതാര പുരുഷനാണെന്ന് കൃത്യമായി പറയാം. വാൽമീകി പറഞ്ഞിട്ടില്ല. വാൽമീകിയുടെ ചോദ്യമാണ് നാരദമുനിയോട് വാൽമീകിയുടെ ചോദ്യ. ലോകത്തിലെല്ലാം തികഞ്ഞ ഒരു സമ്പന്നനായ ഒരു മനുഷ്യനുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടല്ലോ. ആരാ? അതാണ് രാമൻ. അയോധ്യയിലെ ദശരഥ മഹാരാജാവിന്റെ മകൻ. സംഭവം ശരിയാണ്. രാമൻ എന്ന് പറയുന്ന കഥാപാത്രം അവതാരം തന്നെയാണ്. ആ അവതാരമാണെന്ന് ബോധപൂർവം പറയാതെ വാൽമീകി പോയപ്പോൾ ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മലയാളത്തിന്റെ മനസ്സതായിരുന്നു. അതുകൊണ്ടാണ് ആദ്യ കാവ്യങ്ങൾ നമ്മുടെ നാട്ടിലെ ഭക്ത കാവ്യങ്ങളായിരുന്നല്ലോ. മേൽപ്പത്തൂരും പറയാലോ, എഴുത്തച്ഛനും പൂന്താനും. ഈ 3 കവികളാണ് ആദ്യത്തെ ഭക്ത കവിത്രയം. അതിനുശേഷം ആശാനും ഉള്ളൂരും വള്ളത്തോളും വരുന്നത്. മലയാളം പഴയകാലം മുതൽ തന്നെ മലയാള പെരുമ എന്ന് പറയുന്നത് കാവ്യ പെരുമയാണ്. മലയാളം അതിനെ തുടർന്നാണ് മറ്റെല്ലാം മലയാളത്തിൽ വരുന്നത്. അപ്പം മലയാള കാവ്യലോകത്ത്
ഏറ്റവും പ്രഗത്ഭരായ ആളുകളുടെ വലിയ നിരയായിരുന്നു. ആ നിരയിൽപ്പെട്ട ആളുകൾ രണ്ടാമത്തതും കഴിഞ്ഞാൽ നവോത്ഥാന കവിത്രയമാണ് ആശാനും ഉള്ളൂരും വള്ളത്തോളും. കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് കവിത്രയം എന്ന് പറയുന്നത് ഭാസ്കരനും ONV-യും വയലാറും. ആ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, മലയാളത്തിൽ മഹാഭൂരിപക്ഷം ആളുകളെയും ഒരുമിച്ച് ചേർത്തൊരു പ്രസ്ഥാനമായിരുന്നു പുരോഗമന സാഹിത്യ പ്രസ്ഥാനം. ആ സാഹിത്യ പ്രസ്ഥാനത്തിൽ അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ പ്രമാണിമാരും ഉണ്ടായിരുന്നു. കോട്ടയം സമ്മേളനത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തത് ചങ്ങമ്പുഴയാണ്. ചങ്ങമ്പുഴ ഉദ്ഘാടനം ചെയ്ത് പ്രസിഡന്റ് ചങ്ങമ്പുഴ പറഞ്ഞു, എന്നെക്കുറിച്ച് ഇവിടെ പറഞ്ഞു കാൽപ്പനിക കാവ്യത്തിന്റെ ഗുരുനാഥൻ. അങ്ങനെ പറഞ്ഞ ആളുകൾ ശരിക്കും പഠിച്ചാണോ പറഞ്ഞത്? കാൽപ്പനിക കാവ്യത്തിനാണോ മുൻഗണന? ഞാൻ എഴുതിയ കാവ്യങ്ങളിൽ കാൽപ്പനിക കാവ്യത്തിനാണോ മുൻഗണന? എന്റെ കാവ്യങ്ങൾ ശരിക്കും നിങ്ങൾ പഠിച്ചില്ല. വിശ്വോത്തര കവികൾ, വിശ്വോത്തര കലാകാരന്മാർ, അവരെല്ലാവരും അവരുടെ എഴുത്തിന്റെ വഴിയിൽ വരുമ്പോൾ എപ്പോഴും അവർ ഒരു പുതിയ ലോകത്ത് സ്വപ്നം കണ്ടു. ആ ലോകത്തിന്റെ കഥയാണ് നമുക്കറിയാവുന്ന ഒരുപാട് വലിയ വലിയ എഴുത്തുകാരുള്ളത്. അവരെല്ലാം ആരും ആ ലോകത്തിന്റെ കഥ പറഞ്ഞ ആളുകളാണ്. ആ കഥ പറഞ്ഞ വരിയിൽ നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും മാറ്റത്തിന്റെ കഥ നമുക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം പറയുന്നു, മാർക്സിസം എന്ന ലോകത്തിലെ മാറ്റത്തിന്റെ ആദ്യത്തെ ശങ്കുലി മുഴങ്ങിയ ആ തത്വശാസ്ത്രമുണ്ടല്ലോ, ആ തത്വശാസ്ത്രം നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്ന ആദ്യം മനസ്സിൽ വെക്കണം. ചങ്ങമ്പുഴയുടെ വാക്കുകൾ മാത്രമല്ല, അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഫിഡൽ കാസ്ട്രോ വിപ്ലവത്തിന്റെ തീപ്പന്തവുമായി 18 ചെറുപ്പക്കാരുമായി ഒളിപ്പോരാട്ടത്തിന് പോവുക. ഒളിപ്പോരാട്ടത്തിന് ബൊളീവിയൻ ഗാർഡുകളിൽ ചെന്നപ്പം അവിടെ ഒരു സന്ദേശം, കാസ്ട്രോ നിങ്ങൾ പിടച്ചു പോകരുത്. ആരാ കുറിച്ചെന്നറിയാം? ചേരുവേ, നിങ്ങൾ പിടച്ചു പോകരുത്. നമ്മളിപ്പോ ഇവിടെ വരുമ്പോ എന്നോട് ആരോ പറഞ്ഞ് അയാൾ നേരത്തെ ഒരു നക്സലേറ്റ് ആയിരുന്നു, ഇപ്പൊ നക്സലേറ്റ് അല്ലാന്ന് എന്നോട് ആരോ പറഞ്ഞു. ആരെയോ എൻ്റെ അടുത്ത് പരിചയപ്പെടുത്തിയ എന്ന് പറഞ്ഞാൽ അവരുടെ ആശയത്തിനെന്താ കുഴപ്പം? ആശയമല്ല പ്രശ്നം. അവർ ചൂഷണത്തിനെതിരായി, മാറ്റത്തിന് വേണ്ടി, മനുഷ്യന്റെ ജീവിത സമത്വത്തിന് വേണ്ടി എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ അതിന് വഴി ഏതാതിനുള്ള വഴി? ആ വഴി ആദ്യം മനസ്സിലാക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാർ എന്നും അനുഭവജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തലുകൾ വരുത്തിയ ആളുകളാണ്. ചില ആളുകൾ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റുകാർ നേരത്തെ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഇനി അങ്ങനെയാവും എന്ന് ധരിക്കുന്നത് അത് തെറ്റാണ്. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന വലിയ ബഹുമാന്യനായ ആള് അങ്ങനെ പറഞ്ഞു പോയത് എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ മാഷെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് സച്ചിദാനന്ദ മാഷ. അദ്ദേഹം പറഞ്ഞു, ബംഗാളിൽ എല്ലാം പോയില്ലേ, ആ പോയതിനു ശേഷം ബംഗാളിലെ ഈ പോക്കിന്റെ വഴിയിലേക്ക് ഇവിടെയും പോകും. അങ്ങനെ ഒരു ധാരണ പെസക് അദ്ദേഹത്തിന് എങ്ങനെ വന്നു പോയതെന്ന് എനിക്ക് വലിയ പിടിയില്ല കേട്ടോ. അങ്ങനെ വരാൻ പാടുള്ളൂ. നമ്മൾ തന്നെ സാധാരണ ഒരു പ്രത്യയശാസ്ത്രമുണ്ടല്ലോ, നമുക്ക് തെറ്റുപറ്റി എന്ന് തോന്നിയാൽ ആ വഴിയിലൂടെ വീണ്ടും പോവോ? ഇല്ലല്ലോ. തെറ്റ് തിരുത്തിക്കൊണ്ട് ശരിയിലേക്ക് പോലില്ല. അതാണ് വേണ്ടതും. ബംഗാളിൽ നടന്ന് ഇപ്പൊ ഞാനിപ്പോ ചോദിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ രാജ്യമല്ലേ അമേരിക്ക? അമേരിക്കയാണ് ലോകത്തെ മുഴുവൻ ഇപ്പോൾ വിഴുങ്ങാൻ പോകുന്നത്. ട്രംപ് എന്ന ആള് ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപ് പറഞ്ഞറിയോ, ഇവിടെ മത്സരിക്കുന്നവൻ ആരാന്നറിയോ? അവൻ മാർക്സിസ്റ്റ് ഭ്രാന്തൻ. ട്രംപ് അതുപോലെ ഒരു അധിക്ഷേപം നടത്തിയിട്ട് അവൻ ബഹുഭൂരിപക്ഷത്തോട് ജയിച്ചു വന്നില്ലേ? നിങ്ങൾ ലോകം എന്നും ഇങ്ങനെയാവുമോ? കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലെ ഗവൺമെന്റുകൾ ലോകത്തിലെ പല ഭാഗത്തും തകർന്നു വീണുപോയി. ആ തകർന്നു വീണത് കൊണ്ട് ഇനി വന്നുകൂടുന്ന അല്ല. അതാണ് ഞാൻ
നമ്മുടെ മുമ്പിൽ ചേകുവേരയെ ഞാൻ ഉദ്ദേശിച്ചു. ചേകുവേര പറഞ്ഞു, നിങ്ങൾ 18 ഭടന്മാർ വിപ്ലവം നടത്തിക്കൊണ്ട് ക്യൂബ പിടിക്കും, അതെനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ത്യാഗോജ്ജലമായ സമരമാണ്. പക്ഷേ കാസ്ട്രോ, നിങ്ങൾ പിഴക്കരുത്. നിങ്ങൾ ഓരോ ദിവസവും വെടിവെച്ച് കൊല്ലുന്ന പട്ടാളക്കാരില്ലേ, അവര് ക്യൂബക്കാരാ. ആ പട്ടാളക്കാർ വീടുകളിൽ പോയിട്ട് ഭരണാധികാരികൾ പറയുന്നത്, നിങ്ങളെ മക്കളെ കൊന്നതാരാ? ഇവനാ. ആര്? ഇവൻ. അതുകൊണ്ട് അവനെ നമ്മളെല്ലാവരും കൂടി എതിർക്കണമെന്ന് പറയും. അതുകൊണ്ട് അടിത്തറ ആദ്യമേ വേണം. ഒരു ജനകീയ പ്രസ്ഥാനത്തിന് അടിത്തറ ഉണ്ടാക്കിയാൽ മാത്രമേ വിപ്ലവം ജയിക്കൂ. 59 വിപ്ലവം ജയിച്ചല്ലോ. ആ വിപ്ലവം ജയിച്ച ശേഷം കാസ്ട്രോ എഴുതി നിക്കരാഗ്വൻ പത്രപ്രവർത്തകനുമായിട്ടുള്ള സംഭവം ദീർഘമായ ഇന്റർവ്യൂവിൽ എനിക്ക് വഴികാട്ടിയായത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളായിരുന്നു. നമുക്ക് ഇന്ത്യയിൽ അറിയാലോ, ഭഗത് സിംഗ് അസംബ്ലിയിൽ കൊണ്ടുപോയി ബോംബെറിഞ്ഞു. ബോംബെറിഞ്ഞിട്ട് അദ്ദേഹത്തിനെ പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് രക്ഷപ്പെടായിരുന്നു, എന്തിനാ ഞാൻ പിടിക്കപ്പെടാൻ പോകുന്നത്? എനിക്ക് ചില കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തണമായിരുന്നു. എനിക്കിപ്പോൾ ബോധ്യമായി, നമ്മൾ എല്ലാം ത്യജിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരെതിരായി പോരാടിയാൽ ആ പോരാട്ടം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇവിടെ കേസിൽ ബാധിക്കുമ്പോൾ കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളറിയും. അപ്പോൾ ഞങ്ങളെക്കുറിച്ച് അറിയും. ഏത് കാര്യവും നമ്മൾ ജനങ്ങളെ വിട്ടുകൊണ്ടൊരു ഏർപ്പാടുമില്ല എന്നതിന് അർത്ഥം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് ചിന്തകളും ഒരുപാട് അറിവിൻ്റെ മേഖലകളും എല്ലാമുള്ള ആളുകൾ പഴയത് വെച്ചുകൊണ്ട് ഇതാണ് ഇന്നത്തെ കണക്കുമെന്ന് പറഞ്ഞേക്കരുത്. ലോകം മാറിയല്ലേ, ഇപ്പം AI ലോകമല്ലേ സാർ, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആ മാറ്റത്തിൻ്റെ ഒരു കാലത്ത് മനുഷ്യൻ്റെ സിദ്ധിയെക്കുറിച്ച്, മനുഷ്യൻ്റെ വളർച്ചയെക്കുറിച്ച്, മനുഷ്യൻ്റെ യാത്രയെക്കുറിച്ച് നമുക്കൊരു ചിന്തയുണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളൂ. വായന എന്ന് പറയുന്നത് എന്നെ രാഷ്ട്രീയക്കാരനാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വായനക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ വായനക്ക് നമ്മളെ മുകുന്ദൻ്റെ നോവലുണ്ടല്ലോ, കേശവൻ്റെ വിലാപങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ആ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പയ്യനെ കൊണ്ടുപോയിട്ട് ബാർബറെ മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തിയപ്പോൾ ഇവ കരയാൻ തുടങ്ങിയപ്പോൾ ബാർബറിൻ്റെ മുടി വെട്ടുമ്പോൾ തിരിച്ചെടുത്തപ്പോൾ ഇവ നോക്കിയിട്ട് പറഞ്ഞു EMH. അതുപോലെ ചെറുപ്പത്തിൽ എനിക്ക് 4 വയസ്സുള്ള ആവുന്നതിന് മുമ്പ് എൻ്റെ അമ്മ കൂട്ടിക്കൊണ്ടുപോയി AKG കാണിച്ച് AKGക്ക് മാലയിട്ടു. ഞാൻ AKG ഓർമ്മില്ല, പക്ഷെ അമ്മ എപ്പോൾ ഓർമ്മിപ്പിക്കും, നീ AKGക്ക് മാലയിട്ടല്ല. അതിനുശേഷം ഞാൻ വായിക്കാൻ തുടങ്ങി. AKG എന്താ? AKG കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റുകാരെന്താ? കമ്മ്യൂണിസ്റ്റുകാർ ഇന്നെന്താ കാര്യങ്ങൾ അറിയണം. അറിവിൻ്റെ മേഖലയിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുപോയത് എൻ്റെ അമ്മയായിരുന്നു എന്ന കാര്യം കൂടി ഞാൻ ഓർക്കട്ടെ. ഇവിടെ അരങ്ങിൽ ഞാൻ നിങ്ങളുടെ വിഷയമാണോ ഞാൻ പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും അക്ബർ കക്കട്ടിലിനെ കുറിച്ച് ഓർക്കുന്ന ഈ ദിവസം, അറിവിൻ്റെ വഴിയിൽ നമുക്ക് നേരിൻ്റെ പാതയിലേക്ക് പോകാൻ, സത്യത്തിൻ്റെ വഴിയിൽ കൂടി സഞ്ചരിക്കാൻ. ഇപ്പോൾ സത്യത്തിന് നാട്ടിൽ മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. കാരണം AI-ൻ്റെ കാലമായിരുന്നു. അതുകൊണ്ട് സത്യത്തിന് മാർക്കറ്റിൽ ഇടിവ് തട്ടുമ്പോൾ നമുക്ക് നേരിൻ്റെ വഴിയിലേക്ക് പോകാൻ മനുഷ്യ മനസ്സാണ് നമ്മുടെ കൂട്ട്. ആ മനുഷ്യ മനസ്സിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒത്തുചേരാം. അതിനുവേണ്ടി നമുക്ക് മുമ്പേ നടന്ന എഴുത്തുകാർ, അവരെല്ലാം സിദ്ധിയുള്ള ആളുകളാണ്. അവർ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയ ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും യാത്രയിൽ കൂട്ടായിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അരങ്ങിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം തന്നതിന്, അതിൻ്റെ ഞാൻ പേരെടുത്ത് മാത്രം പറയുന്നില്ല, നമ്മൾ തമ്മിലൊരു ബന്ധത്തിന് എനിക്ക് തോന്നുന്നു ഒരു 10-30 വർഷത്തെ ബന്ധമുണ്ട്. ബന്ധമുള്ളതാണ് എല്ലാവരും തന്നെ. ഇത്രയും ദീർഘമായ ഞാൻ ഈ തൃശ്ശൂരുമായിട്ടുള്ള ഉള്ള ബന്ധം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം തൃശ്ശൂരല്ലേ. അപ്പോൾ ആ ബന്ധം ഇപ്പം അടുത്ത് ബന്ധപ്പെടാനൊരു വലിയ വഴിയുണ്ട്. ഇതറിയോ? വന്ദേ ഭാരതം. വളരെ പെട്ടെന്ന് എത്താനുള്ളൊരു വഴിയാണ് വന്ദേ ഭാരതം. നമ്മൾ നേരത്തെ പോയ വണ്ടിയുണ്ടല്ലോ, ഇത് പുക കൊണ്ട് കറുത്ത ഷർട്ടിട്ട് പോകുന്ന വണ്ടിയില്ലേ, ആ വണ്ടി മാറി മാനമായി സഞ്ചരിക്കാനുള്ളൊരു വണ്ടി കിട്ടി. ആ വന്ദേ ഭാരത് എന്താ വരുന്നത് പലരും ആലോചിക്കും.
എനിക്ക് ഫ്രീ ആണ് വന്ദേഭാരത്, ജീവിതകാലം മുഴുവൻ ഫ്രീ ആണ്. കാരണം ഒരിക്കൽ എം പി ആയിരുന്നാൽ ജീവിതകാലം മുഴുവൻ ഫ്രീ ആണ്. ആ ഫ്രീ ആയതുകൊണ്ട് കേട്ടോ വെറുതെ വിചാരിക്കില്ല, ഇത് ഒരവസരമാക്കി നമ്മൾ ഉപയോഗിക്കുക നമ്മളെ പ്രവർത്തനത്തിന് വേണ്ടി എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം ഞാൻ നിർത്തുന്നു.